വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. വെക്കേഷനിൽ ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ടൊരു ട്രിപ്പ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് മസനഗുഡിയിലോട്ടാണ്. ഇടയ്ക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് എടുത്ത് ഏതെങ്കിലും കാട്ടിലോട്ട് വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഞങ്ങളിത് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഇട്ട ട്രിപ്പാണ് കേട്ടോ. അത് കാരണം എല്ലാവരും തന്നെ തലേദിവസം എല്ലാ പാക്കിങ്ങും ചെയ്ത കാരണം ടയർഡായിപ്പോയി, എല്ലാവരും ഫ്ലാറ്റായിപ്പോയി. അത് കാരണം പാലക്കാട് എത്തിയപ്പോഴാണ് എല്ലാവരും ഒന്ന് ആക്റ്റീവായത്. ചാമ്പയ്ക്ക വിൽക്കുന്ന സ്ഥലം ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. 2 ടൈപ്പ് ചാമ്പയ്ക്കയും പ്ലംസും ഉണ്ടായിരുന്നു. ഈ ചാമ്പയ്ക്ക തെങ്കാശി കുട്രാളം. കുട്രാളത്തിലിருந்து அப்படியே கொண்டு வருது. ഓർഗാനിക് ആണോ? വേറെ വിഷമൊന്നും അടിച്ചിട്ടില്ല? ഒന്നുമേ നാച്ചുറൽ, ഫുള്ളാവേ നാച്ചുറൽ. ഇത് വെച്ച് അച്ചാറിടോ? ചാമ്പയ്ക്ക വെച്ച് അച്ചാറിടും. ഓക്കെ, ചെറുതിട്ട് അച്ചാറിടും അല്ലേ? ഇതാ മറ്റേ ടൈപ്പോ? ഈ സാധാ നാടൻ ടൈപ്പ്? വാടിപ്പോയി. ഓക്കെ ഓക്കെ. ആട്ടുകാൽ കിഴങ്ങ് கலந்துட்டு சூப் வச்சு குடிக்கிற சாதனம். ஜாயிண்ட் பெயின் எல்லாமே கிளியர் ஆகும். ஆமா, உள்ள பொட்டுச்சா இது போல ഉണ്ടാവും കിഴങ്ങ്. ഒന്നുകൂടി പറഞ്ഞേ, പേര് പറഞ്ഞേ. ആട്ടുകാൽ കിഴങ്ങ്. ആട്ടുകാൽ കിഴങ്ങ്. ഇത് എവിടെ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവണോ? പാറയിൽ ഒട്ടി ഉണ്ടാവും. പാറയിൽ ഒട്ടി, മരത്തില ഒട്ടി ഉണ്ടാവും. ഓക്കെ. സാധനങ്ങൾ. സൂപ്പ് എങ്ങനെ വെക്കണം? അതുകൊണ്ട് ആട്ടുകാൽ സൂപ്പ് പോലെ വെക്കണം. എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ടേസ്റ്റ് എല്ലാമേ ആട്ടുകാൽ സൂപ്പ് പോലെ தான் ഉണ്ടാവും. ആട്ടുകാലുക്ക് സൂപ്പ് എന്നതെല്ലാം എടുത്തമ്മോ അതുപോലെ ഇട്ട് വയ്ക്കണം. നിങ്ങൾ ആരെങ്കിലും ഈ ആട്ടുകാൽ കിഴങ്ങ് കൊണ്ടുള്ള സൂപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. നല്ല മധുരം, ഒടുക്കത്തെ മധുരം കേട്ടോ. ചാമ്പയ്ക്ക വേണോ? ഭയങ്കര മധുരം. ഇത്രയും മധുരം നമ്മുടെ നാട്ടിലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ ഞാൻ എപ്പോൾ പോയാലും ഞാൻ ഈ പൂ മാർക്കറ്റിലൊന്ന് നിർത്തും കേട്ടോ. അവിടെ ഒരു വേറൊരു വൈബാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ഫ്ലവേഴ്സും കുറേ മാലകൾ, പൂമാലകളുണ്ടല്ലോ. ഞാനെപ്പോഴും വീട്ടിലോട്ട് മേടിക്കുമായിരുന്നു. തിരിച്ച് വരണ വഴിക്ക്, ഇപ്പോൾ തിരിച്ച് വരുന്നത് കോയമ്പത്തൂർ വഴിയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടുന്ന് ഒരു പൂമാല എപ്പോഴും മേടിക്കുമായിരുന്നു. ആൻഡ് അത്രയും എക്സ്പെൻസീവ് അല്ല, നമ്മുടെ നാട്ടിൽ അത്രയും എക്സ്പെൻസീവ് അല്ല ഇവിടുത്തെ മാലകൾ. പല രീതിയിൽ കിട്ടിയ പൂമാലകളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇതുപോലെ പൂമാല വേണമെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യണം. ആൻഡ് കോമ്പിനേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാലേ അവർ ഇതുപോലെ ചെയ്തു വെക്കുകയുള്ളൂ. ബട്ട് ഇവിടെ ലാവിഷ് ആയിട്ടുണ്ട്. ഇതില്ല. ഓക്കെ, അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടില്ല. ഇതൊന്നും എടുത്ത് നോക്കിക്കേ, ഭയങ്കര നല്ലതാണ്. വൈറ്റ് ഇച്ചിരി മണമുണ്ട്. അയ്യോ, മുല്ലപ്പൂ ഒട്ടും മണമില്ല കേട്ടോ. ഇത് മുല്ലപ്പൂ അല്ലേ? സോറി, അപ്പനെ അറിയിക്കണ്ട കേട്ടോ. ഇത് നല്ല വൈറ്റ് സാരിക്കൊക്കെ പറ്റിയ മാലയാട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ അന്നപൂർണ ഗൗരീശങ്കറിലാണ് കേട്ടോ പോയത്. ഡയറ്റ് കംപ്ലീറ്റ് പോകാനുള്ള പരിപാടിയാണ്. മൈസൂർ പാർക്ക് എല്ലാം ഉണ്ട്. കൂട്ടമ്മേ, കേട്ടല്ലോ, കുറേ ഉണ്ട് കേട്ടോ ഐറ്റംസ്. ബട്ട് ഞങ്ങളെപ്പോഴും സ്ഥിരം പറയുന്ന സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും പറയുന്നത്. ജിജോ മസാല ദോശ, ജോർജി പൊടി ദോശ ആൻഡ് മന്ന ഇഡ്ഡലി. ഞാൻ ഈ പ്രാവശ്യം പുതിയത് പറഞ്ഞ് ട്രൈ ചെയ്തു. എങ്ങനെയുണ്ട് പൊടി? നല്ലാണോ? അകത്ത് നല്ല പൊടിയുണ്ട് കേട്ടോ. മന്ന ഇഡ്ഡലി എങ്ങനെയുണ്ട്? അപ്പയുടെയാണ് ഏറ്റവും ഇഷ്ടമായത് ജോർജിനേക്കാളും. എനിക്ക് ജോർജിയുടെ ഇഷ്ടമായത്. ഞാൻ പേപ്പർ റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് പേപ്പർ റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണണമെന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ കിച്ചണിൽ എന്നെ കയറ്റിയില്ല. ബട്ട് ആ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ ആ വീഡിയോ എടുത്ത് കാണിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പേപ്പർ റോസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്താണ് ഉണ്ടാക്കുന്നതെന്ന്. ആൻഡ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ആ കട്ടിയുള്ള ഉള്ളിൽ, ദോശയുടെ ഉള്ളിലുള്ള കട്ടിയുള്ള ഇത് മാറ്റുമ്പോഴാണ് എക്സ്ട്രാ തിന്നായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുന്നത്. പിന്നെയാണ് അവർ പറഞ്ഞത് അവർക്ക് ഫാമിലി റോസ്റ്റ് ഉണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നു 2 ടേബിൾ ജോയിൻ ചെയ്തിടണം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ. പേപ്പർ റോസ്റ്റ് ഭയങ്കര ക്രിസ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് എക്സ്ട്രാ ക്രിസ്പി ആയിരുന്നു ആൻഡ് ഭയങ്കര തിന്നും. ബാക്കി 2 പേരുടെയും ദോശയിൽ നിന്ന് ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പേപ്പർ റോസ്റ്റ്. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് ആ ടേസ്റ്റ് പേപ്പർ റോസ്റ്റിൻ്റെ. നല്ല നെയ്യൊക്കെ ഉണ്ട്, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എക്സ്ട്രാ ക്രിസ്പി ആൻഡ് മെയിൻ തിങ് നമ്മുടെ ജോർജിയുടെയും ജിജോയുടെയും ദോശയുടെ ടെക്സ്ചറിന് ഭയങ്കര വ്യത്യാസമുണ്ട്.
ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പേപ്പർ റോസ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നാലും ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് നല്ലതായിരുന്നു ഈ പേപ്പർ റോസ്റ്റ്. ഇതിലൂടെ മസാല ദോശ അത്ര ക്രിസ്പി ആയിരുന്നില്ലല്ലോ. പേപ്പർ റോസ്റ്റ് ഭയങ്കര ക്രിസ്പി. ടൊമാറ്റോ ചട്നി ഈ യൂട്യൂബിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിട്ടോ. കൂടുതലും മലയാളീസ് ആയിരുന്നു ഇവിടെ. എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ? അന്നപൂർണ്ണ സ്പെഷ്യൽ ക്രീം ബൺ, അത് സ്പെഷ്യൽ. നമ്മളിപ്പോൾ കഴിച്ച റോസ്റ്റ്, അത് പിന്നെ എല്ലാമേ സ്വീറ്റ്സ്. അല്ല ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ വേറെ എന്തോ ഒരു ഇത് ക്രീം ബണ്ണും പിന്നെ എന്തോ ഷേക്ക്, മിൽക്ക് ഷേക്ക്. അന്നപൂർണ്ണയുടെ സ്പെഷ്യൽ വന്നിട്ട് കടല മിഠായി മിൽക്ക് ഷേക്ക്, കോഫി മിൽക്ക് ഷേക്ക് വന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ലഞ്ച് ചെയ്തത്. ടേസ്റ്റ് വെരി ബെസ്റ്റ്. അത് ജോർജ് മോൻ മേടിച്ചിട്ടുണ്ട് കോഫി ഷേക്ക്. ഞാനൊന്ന് ട്രൈ ചെയ്തേ. സൂപ്പറായിട്ട് പറയാം. എവിടെ വീട് എവിടെയാ? മലയാളി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പാലക്കാടാ അല്ലേ? പാലക്കാട്. ഇതും മലയാളീസാ? ഇവിടെ നിറച്ച് മലയാളീസാ. എവിടെ പോയി ആളെവിടെ പോയി കാണാനില്ല. കാണാം. ഈ സ്വീറ്റ് പാൻ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇനി ഊട്ടിയിലോട്ടല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽ ജോർജ് പുറത്തോണ്ട് കളഞ്ഞത്. ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇത് ആന ഇറങ്ങുമോ? ജോർജി വീഡിയോ എടുക്കുമല്ല. ഞങ്ങൾ ഊട്ടി വഴിയാണ് മസനഗുഡി പോയത്. ഊട്ടിയിലോട്ട് ഇപ്പോൾ എൻട്രി വേണമെങ്കിൽ ട്രാഫിക്കിൻ്റെ ഒക്കെ ഇഷ്യൂ കാരണം ഇ പാസ് നമ്മൾ നേരത്തെ എടുത്തു വെക്കണം. Is it hard to get an e-pass? No, I mean you take it online. അപ്പോൾ തന്നെ കിട്ടിയായിരുന്നു. ആക്ച്വലി റോഷൻ ചേട്ടനാണ് നമുക്ക് വേണ്ടി എടുത്തു തന്നത്. ഈ തണുത്ത കാറ്റ് അടിക്കുമ്പോൾ തന്നെ എന്ത് സുഖമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണം. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് ഓർത്തു. ഒരുമാതിരി എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക, തണ്ണിമത്തൻ ഇതുപോലെ കട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐഡിയ. പിന്നെ മാങ്ങ, ഒരുമാതിരി എല്ലാം ട്രൈ ചെയ്തു. ചക്ക ഏത് വെറൈറ്റിയാണെന്നറിയില്ല, ഭയങ്കര മധുരമായിരുന്നു. ചക്കയുടെ നമ്മുടെ ചൊള്ളേനേക്കാളും ടേസ്റ്റായിരുന്നു. ആ നേരിയ നീളത്തിൽ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ ചക്കയുടെ, അത് ഭയങ്കര മധുരമായിരുന്നു. ഇനി ലഞ്ച് ഊട്ടിയിൽ ജൂനിയർ കുപ്പണ്ണയാണ് എൻ്റെ ഫേവറേറ്റ്. ഊട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും പോരാറില്ല. മന്നാച്ചി അവിടെ നാസ്രത്തിലായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് എപ്പോഴും വരും. ഇവിടെ കോയിൻ പൊറോട്ടയും മട്ടൻ ബ്രെയിനും ആയിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ്. ബട്ട് കഷ്ടകാലത്തിന് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക്. മട്ടൻ ബ്രെയിൻ എനിക്ക് തോന്നുന്നു ഇപ്പം നിർത്തി എന്നാണ് പറഞ്ഞത്. ബട്ട് അത് ഭയങ്കര നല്ലതായിരുന്നു ഇവരുടെ. എനിക്ക് ഈ റൈത്തയും പൊറോട്ടയും കൂടിയായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മട്ടൻ ചുക്ക, ചിക്കൻ ചുക്ക, പൊറോട്ട, ചിക്കൻ 65 ബോൺലെസ്, ഇത് ജോർജിയുടെ ഫേവറേറ്റാണ്. പിന്നെ മട്ടൻ ബിരിയാണി. ഇത്രയാണ് ആദ്യം ഓർഡർ ചെയ്തത്. എല്ലാം തന്നെ നല്ലതായിരുന്നു. ബട്ട് മട്ടൻ ബ്രെയിൻ കിട്ടാത്തതിൻ്റെ വിഷമം ഇതൊന്നും കഴിച്ചിട്ട് മാറിയിട്ടില്ല കേട്ടോ. ആ സാറിനെയും റൈറ്റൊക്കെ ആയിട്ട് ടേസ്റ്റ്. അപ്പോൾ മട്ടൻ ബ്രെയിൻ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ മട്ടൻ പെപ്പർ ഫ്രൈ പറഞ്ഞു നോക്കി. ബട്ട് എനിക്കെന്തോ അതിൻ്റെ ടെക്സ്ചർ അത്ര ഇഷ്ടമായില്ല. നമ്മുടെ ഈ കല്യാണങ്ങളുടെ തലേ ദിവസം കുടൽ കറി വയ്ക്കില്ലേ, ആ ഒരു ടെക്സ്ചറായിരുന്നു മട്ടൻ തലയ്ക്ക്. ഈ ഗോളി സോഡ ഭയങ്കര നല്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിഫ്രഷിങ്ങാണ്. ഞാനിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ തമിഴ്നാട്ടിൽ. കാപ്പി വേണ്ട, ഇപ്പോൾ വേണ്ട, വയറ് അറിഞ്ഞു. നമുക്ക് മറ്റേ മന്ന പറഞ്ഞ സ്ട്രോബെറിയും ചോക്ലേറ്റും കഴിക്കാൻ പോകാം. ഊട്ടി ടൗൺ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് രസമാണ്. മന്നാച്ചിയുടെ വീഡിയോ കണ്ടിട്ട് കൊതി വന്നിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടി ട്രൈ ചെയ്യാനായിട്ട് വന്നത്. ഭയങ്കര നല്ല കേട്ടോ. ആക്ച്വലി ആ തണുപ്പത്ത് ഇത് കഴിക്കാനായിട്ടേ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഇത് കഴിച്ചാൽ ഇത്രയും ടേസ്റ്റ് തോന്നുമെന്ന് അറിയില്ല കേട്ടോ. ഇനി ഐസ്ക്രീം വേണോ ഹോട്ട് ചോക്ലേറ്റ് വേണോ എന്നൊക്കെ ആയിരുന്നു ഒരു ഡൗട്ട്.
പിന്നെ അവസാനം ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് ഓർത്തു. ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ ഹോട്ട് ചോക്ലേറ്റിന്. എനിക്കങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ല. കുറച്ച് ലൈറ്റായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റാണ് ഇഷ്ടം. ബട്ട് മഞ്ഞയ്ക്കും ജോജിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഊട്ടിയിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഈ മോഡേൺ സ്റ്റോഴ്സിൽ കയറും കേട്ടോ. മെയിനായിട്ട് ഈ അപ്പളവും നമ്മുടെ ഫ്രൈംസ് ഉണ്ടല്ലോ, പല കളറിലുള്ള ഫ്രൈംസും, പിന്നെ ഈ ഒരു പൊരി പോലത്തെ പപ്പടം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയില്ല, അത് വാങ്ങിക്കാനായിട്ടാണ് മെയിനായിട്ട് കയറുന്നത്. പിന്നെ ഇവിടെ കുറേ തമിഴ്നാട് സ്പെഷ്യൽ നമ്മുടെ മുറുക്കുകൾ, കൊണ്ടാട്ടം, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കുറച്ച് മേടിച്ചു. ഇതെപ്പോഴും സ്ഥിരമുള്ള പരിപാടിയാണ് ഈ മോഡേൺ സ്റ്റോഴ്സിനുള്ള ഈ അപ്പളം ഒക്കെ വാങ്ങിക്കൽ. ഊട്ടിയിൽ നിന്ന് 45 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ മസനഗുഡി. അപ്പോൾ നമുക്ക് ഊട്ടിയിൽ നിന്ന് മസനഗുഡിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് തമിഴ്നാട് ലൈസൻസ് ഉള്ള ഏതെങ്കിലും ഡ്രൈവർ വേണം. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം റണൽ വ്യൂ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് മസനഗുഡിയിൽ. അപ്പോൾ അവിടുത്തെ റോഷൻ ഞങ്ങൾക്കൊരു ഡ്രൈവറിനെ ഒപ്പിച്ചു തന്നു, തമിഴ്നാട് ലൈസൻസ് ഉള്ള. അങ്ങനെ ഞങ്ങൾ മസനഗുഡിയിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. കല്ലട്ടി വഴി പോകണമെങ്കിലാട്ടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ. കൂടല്ലൂർ വഴിയാണ് നമ്മൾ മസനഗുഡി പോകണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ മസനഗുഡി എത്തി. ടോട്ടലി വേറെ സീനാട്ടോ, വൈൽഡ് ലൈഫ്. അങ്ങനെ ഞങ്ങൾ മാനുകളൊക്കെ കണ്ടു തുടങ്ങി. ഞങ്ങളുടെ റിസോർട്ടിലെത്തി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.